വിദേശ രാജ്യങ്ങളിലേക്ക് ഏതാണ്ട് 50ഓളം നമ്മുടെ രാജ്യം നമ്മുടെ പ്രതിനിധികളെ അയക്കുന്നു. കാരണം അവർക്ക് ഈ പാകിസ്ഥാൻ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തനങ്ങളാണ് ഇന്ത്യയെ അവസാനം ഇതിലേക്ക് നയിച്ചത്, ഈ സംഭവങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളത് ആ രാജ്യങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ബോധ്യമുണ്ട്, എന്നാലും അതൊന്നുകൂടെ ബോധ്യപ്പെടുത്തണം, അരക്കെട്ടുറപ്പിക്കണം. IMF-ൽ, അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങുന്ന പണമെല്ലാം ഒഴുകിയെത്തുന്നത് നേരെ ഈ ഭീകരപ്രവർത്തനത്തിന് വേണ്ടിയാണ്, അവരുടെ കൈകളിലേക്കാണ് എന്നുള്ളത് ആ രാജ്യങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യം ഇങ്ങനൊരു തീരുമാനമെടുത്തപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ച തീരുമാനം എന്ന് പറയുന്നത്, അതിൽ രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടില്ല. അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആവശ്യം മാത്രം നോക്കിയാണ് ആ ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളോടും, അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോടുമൊക്കെ അവരുടെ കയ്യിൽ നിന്ന് ഒരു ലിസ്റ്റ് ചോദിച്ചു. ആരെയൊക്കെ അയക്കാം, ആരെയൊക്കെ അയക്കാൻ പറ്റണം എന്ന് ചോദിച്ചു. അപ്പോൾ കോൺഗ്രസിനോട് ഒരു ലിസ്റ്റ് ചോദിച്ചു കേട്ടോ. ചോദിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിനകത്ത് 4 പേരാണ് അവർ കൊടുത്തത്. ഒന്ന് ആനന്ദ് ശർമ്മ, അദ്ദേഹം പണ്ട് വിദേശകാര്യമന്ത്രിയൊക്കെ ആയിരുന്നു, കോൺഗ്രസിൻ്റെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്, ഇൻ്റർനാഷണൽ റെക്കഗ്നീഷനൊക്കെ ഉള്ള ആളാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടാമത് അതിനകത്ത് ഗൗരവ് ഗൊഗോയ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം MP ആണ്. പിന്നെ മൂന്നാമത് അതിനകത്ത് സയ്യിദ് നസീർ ഹുസൈൻ, നാലാമത് രാജ് പ്രാർ. ഈ 4 പേരുടെ പേര് കൊടുത്തു. അതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, നമ്മുടെ ഡോക്ടർ ശശി തരൂർ എന്ന് പറയുന്ന MP-യുടെ പേരില്ല. യഥാർത്ഥത്തിൽ എന്തെങ്കിലും വിദേശത്ത് പോയി നന്നായിട്ട് സംസാരിക്കാൻ, പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഫിഗർ അദ്ദേഹമാണ്. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം ഒരു വെറും രാഷ്ട്രീയക്കാരനല്ല, ഒരു കോൺഗ്രസ്സുകാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ ഫിഗറാണ്, ഗ്ലോബലായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സംസാരിക്കാൻ പോയാൽ എല്ലാവരും കേട്ടിരിക്കും. അതിനുള്ള ഒരു പവർ അദ്ദേഹത്തിനുണ്ട്. നമ്മളൊക്കെ പ്രസംഗിക്കും. അപ്പോൾ ഞാൻ മോശമല്ലാതെ പ്രസംഗിക്കുന്ന ഒരാളാണ്, പക്ഷേ എനിക്ക് ശശി തരൂരിൻ്റെ പ്രസംഗം ഞാൻ പറയുന്നതിനേക്കാളും എനിക്കിഷ്ടമാണ് ഇംഗ്ലീഷിൽ. അത് ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. വിദേശത്ത് പോകുമ്പോൾ അങ്ങനെ സംസാരിക്കാനുള്ള കഴിവുള്ള ഒരാൾ വേണം. അപ്പോൾ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, കോൺഗ്രസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ ഒരു ലിസ്റ്റ് അങ്ങ് കൊടുത്തു. ലിസ്റ്റ് കൊടുത്തത് ശ്രീ രാഹുൽ ഗാന്ധി തയ്യാറാക്കി കൊടുത്ത ലിസ്റ്റാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒരുപാട് കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്, പക്ഷേ ഇതിനടുത്തുണ്ടല്ലോ രാഹുൽ ഗാന്ധിക്ക് വലിയ തെറ്റ് പറ്റി. നിങ്ങൾ എന്തായി ചെയ്തേക്കുന്നത് മിസ്റ്റർ രാഹുൽ ഗാന്ധി? ഈ ഒരു ഇൻ്റർനാഷണൽ ഗ്ലോബൽ റെക്കഗ്നിഷനുള്ള ഡോക്ടർ ശശി തരൂരിൻ്റെ പേര് വേണ്ടേ നിങ്ങൾ കൊടുക്കാൻ? അതിനകത്ത് വെറും കുൽസിതമായ രാഷ്ട്രീയമാണോ കാണേണ്ടത്? ഇവിടെ കോൺഗ്രസ് ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ ഭാരതം എന്നുള്ള രാഷ്ട്രീയമാണ്. അതിനകത്ത് വേറൊന്നും നോക്കാൻ പാടില്ല, സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾ കടന്നുകൂടാൻ പാടില്ല. നിങ്ങളത് ചെയ്തു, തെറ്റ്. നിങ്ങൾ ഡോക്ടർ ശശി തരൂരിൻ്റെ പേരതി ഉൾപ്പെടുത്തിയില്ല. ഇപ്പോൾ അതിന് കോൺഗ്രസിൻ്റെ ചില ആളുകൾ ഇന്നൊരു വിശദീകരണം വരുന്നത് എന്തെന്നറിയോ, അന്താരാഷ്ട്ര തലത്തിൽ നാണം കെട്ടി നിൽക്കുന്ന ഇന്ത്യയെ രക്ഷപ്പെടുത്താനായിട്ട് കോൺഗ്രസിൻ്റെ തന്നെ ഡോക്ടർ ശശി തരൂരിനെ അയക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നാണമില്ല ഇത് പറയാൻ? അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ എവിടെ നാണം കെട്ടു? നമ്മുടെ രാജ്യം നാണം കെട്ടൊന്നുമില്ല. നമ്മുടെ രാജ്യം വളരെ വലിയ ഉയരത്തിലാണ് ഇപ്പോൾ. പക്ഷേ അതിന് കുറെ കൂടെ കാര്യങ്ങൾ വേണം. നമുക്ക് ടൈംലി ആയിട്ടുള്ള കാര്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടിയാണ് 7 കമ്മിറ്റികൾ അയക്കുന്നത്. അതിനകത്ത് ഈ MP-മാരെ ഉൾപ്പെടുത്തിയേണ്ട കാര്യം എന്താണെന്നറിയോ? കാരണം അതിനകത്ത് ഈ നമ്മൾ നയതന്ത്ര ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരു രാജ്യത്ത് പോയാൽ അവിടുത്തെ രാജ്യത്തലവനുമായിട്ട്, രാഷ്ട്രത്തലവനുമായിട്ട് ഉള്ള ഒരു സംസാരം പോസിബിൾ അല്ല. നേരെ മറിച്ച് നമ്മളെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള വേദിയുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധിപരമായിട്ട് അങ്ങനെ ചെയ്തേക്കുന്നത്. ഡോക്ടർ ശശി തരൂരിനെ ഇപ്പോൾ പേര് വന്നിട്ടില്ലെങ്കിൽ പോലും നോക്കിയപ്പോൾ, നമ്മുടെ പ്രധാനമന്ത്രി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അറിയാമല്ലോ സംസാരിക്കുന്ന ആരാണെന്ന് നന്നായിട്ട്. ഡോക്ടർ ശശി തരൂരിന് നന്നായിട്ട് സംസാരിക്കും എന്നുള്ളത് മനസ്സിലായി. അദ്ദേഹം അതറിയാം. അതുകൊണ്ട് എന്താണ്, അദ്ദേഹത്തിനെ ഒരു കമ്മിറ്റിയുടെ തലവനായിട്ടാണ് നിയമിച്ചേക്കുന്നത്. അതായത് അമേരിക്ക, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള US UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ
സന്ദർശിക്കാനായിട്ട് വിട്ടേക്കാണ്. 5 രാജ്യങ്ങളാണ് അവർ പോകുന്നത്. അതിൻ്റെ ആ കമ്മിറ്റിയുടെ തലവനാണ് ഇവർക്ക് സഹിക്കുന്നില്ല, കോൺഗ്രസിന് സഹിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. എന്ത് നാണം കെട്ട കാര്യമാണ് ഇപ്പോൾ ഈ രീതി പെരുമാറുന്നത്. എന്തുകൊണ്ട് ഡോക്ടർ ശശിധരൻ്റെ പേര് കൊടുത്തില്ല? നമ്പർ 1 ആയിട്ട് അദ്ദേഹത്തിൻ്റെ പേരല്ലേ കൊടുക്കേണ്ടത്? അതല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നത്? തെറ്റ്. ഇനി ഇപ്പോൾ അവരത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ശശിധരനെ തള്ളി പറയാനൊന്നും പറ്റത്തില്ല. നിങ്ങളുടെ ആളല്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ വെറും ഈ രീതിയിൽ രാഷ്ട്രീയം കാണരുത്. ഈ സമയത്ത് ഇതിനെല്ലാം അപ്പുറത്തായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. അതാണ് വേണ്ടത്. ഇനി ഏതായാലും അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളൊന്നും നിങ്ങൾ നോക്കിക്കോളൂ. DMKയുടെ കനിമൊഴി ഒരു സംഘത്തെ നയിക്കുന്നതാണ്. ഒരു യൂണിറ്റിന്, ഒരു സംഘത്തിനെ നയിക്കുന്നത് DMKയുടെ കനിമൊഴിയാണ്. ഒരു സംഘത്തിന് മറ്റൊരു സംഘത്തിനെ നയിക്കുന്ന ആരാണ്? അത് നമ്മുടെ ശരത് പവാറിന്റെ മകളിലെ സുപ്രിയ സുലെ. ഇവരൊന്നും NDAയുടെ ഭാഗമുള്ള ആളുകളല്ലല്ലോ, അവരാണ്. അപ്പം ഇതിങ്ങനെയുള്ള ബാക്കി അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് തുടങ്ങി പല ആളുകളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്തൊന്നും രാഷ്ട്രീയം കാണരുത്. ഇത് നമുക്ക് ഈ സമയത്ത് രാജ്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഭാരതമാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് വേണം. ഏതായാലും ഡോക്ടർ ശശി തരൂർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, അദ്ദേഹം ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു രാജ്യ താല്പര്യമാണ് മുൻപിൽ, പിന്നാണ് രാഷ്ട്രീയം എന്നുള്ളത്. നല്ല ഇതാണ് വേണ്ട കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടാണ് ഓരോ ഭാരതീയനും വേണ്ട കാഴ്ചപ്പാടാണ് നിങ്ങൾ പ്രകടമാക്കിയത്. മിസ്റ്റർ ശശി തരൂർ നന്നായിരിക്കട്ടെ, നല്ലൊരു തീരുമാനമാണ് ഇത്. ഏതായാലും ഇനി ഇപ്പോൾ ഇതിനകത്ത് പോകുന്നതിൻ്റെ ഒരു ഈ രാജ്യങ്ങൾ കൂടാതെ, അതായത് ഈ US UK ഒക്കെ കൂടാതെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് അവർ സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ GCC കൺട്രീസ് ഉണ്ട്. അതെല്ലാം വേണ്ടതാണ്. കാരണം ഇവരെ എല്ലാം കൂടെ നിർത്തണം. കൂടാതെ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളും ഗൾഫ് എല്ലാം സന്ദർശിക്കുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്, നല്ലൊരു തീരുമാനമാണ്. കാരണം ഇന്ത്യ വളരെ മുൻപന്തിയിൽ നമ്മൾ നിൽക്കുകയാണ്. നമുക്കിപ്പോൾ വളരെ വെയിറ്റ് ഉണ്ട്. നമ്മളെ വന്ന് ചൊറിഞ്ഞടി വാങ്ങിച്ചുകൊണ്ട് പോയതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ എന്താണെന്നറിയോ, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തന്നെ അത് സമ്മതിച്ചു കേട്ടോ. ഇന്നലത്തെ പ്രസ്താവനയിൽ പരസ്യമായിട്ട് സമ്മതിക്കുകയാണ്. നൂർഖാൻ വ്യോമത്താവളം എന്ന് പറയുന്നത് റാവൽപിണ്ടിയിലാണ്. അവരുടെ വളരെ വളരെ പ്രശസ്തമായ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു അഭിമാനമാണ് ആ വ്യോമത്താവളം. നൂർഖാൻ അടിച്ച് നശിപ്പിച്ചു അവിടെ നൂർഖാൻ വ്യോമത്താവളം. അത് ഇന്നലെ എഗ്രി ചെയ്തു. എന്നിട്ട് മാത്രമല്ല, 11 താവളങ്ങൾ ഇന്ത്യ തകർത്തു എന്ന് ഇപ്പം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് വിളിച്ചു പറയാണ്. ഇതിൻ്റെ പുറകിലൊരു കുൽസിതമായ ശ്രമമുണ്ട്. ഇപ്പം ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് നമ്മൾ ആലോചിച്ചാൽ, വളരെ വലിയ പ്രശസ്തനാണ് പാകിസ്ഥാൻ. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങളുടെ ഒരു അനുകമ്പ പിടിച്ചു പറ്റാനാണ് ഞങ്ങളുടെ എല്ലാം തകർത്തു ഇന്ത്യ. തകർക്കാൻ ആരും പറഞ്ഞാലല്ലോ. നമ്മുടെ ആളുകളെ, നമ്മുടെ സഹോദരങ്ങളെ ഇവിടെ വന്ന് വെടിവെച്ച് കൊന്നു. അതിനുശേഷം എന്താണെന്നറിയാം, അത് ജാതി ചോദിച്ച് വെടിവെച്ച് കൊന്നു ഈ രാജ്യത്തെ നശിപ്പിക്കാൻ. അത് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ ഭീകരത്താവളങ്ങൾ മാത്രമേ ആക്രമിച്ചുള്ളൂ. 9 ഭീകരത്താവളങ്ങൾ മാത്രം നമ്മൾ ആക്രമിച്ചെന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു. അതിൽ കൊലപ്പെടുത്തിയവന്മാരെല്ലാം വലിയ കുഴപ്പക്കാരാണ്. എന്നിട്ട് അതിന് പകരമായിട്ട് ചെയ്ത എന്താ, നമ്മുടെ രാജ്യത്തെ നിരപരാധികളെ, പാവങ്ങളെ ഇങ്ങോട്ട് ഷെല്ലിങ്ങും അതും ഇതൊക്കെ നടത്തി ഒരുപാട് നമുക്ക് ശല്യം ചെയ്തു. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചു. നമ്മുടെ രാജ്യത്തേക്ക് പായിച്ചത് 600 ഡ്രോണുകളാണ്, തുർക്കിയുടെ ഡ്രോണുകൾ. ആ ഡ്രോണുകളിൽ 4 ഒഴികെ ബാക്കി മുഴുവൻ നമ്മൾ നിർവീര്യമാക്കി. 4 മാത്രം പതിച്ചു. നമുക്കതിൽ ഒത്തിരി നാശം ഉണ്ടായിട്ടുണ്ട്. ഇതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ചെയ്ത എന്താണ്, നമ്മളതിന് പകരം വീട്ടുമല്ലോ. നമ്മുടെ ഒരു പൗരൻ കൊല്ലപ്പെട്ടാൽ, നമ്മുടെ ഒരു സഹോദരൻ കൊല്ലപ്പെട്ടാൽ നമ്മുടെ രാജ്യം നോക്കിയിരിക്കത്തില്ല, അതിന് പകരം വീട്ടും. അടിച്ച് നശിപ്പിച്ചു ബാക്കി. അത് ചെയ്തതാണ്, ശരിയാണ്, അത് വേണം. അതിന് പോയി അവിടെ ഇനിയും ഭിക്ഷ യാചിക്കാനായിട്ട് ആണ് ഇത് ഒരു തന്ത്രമായിട്ട് മാറ്റുന്നത്. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ചെയ്തെങ്കിൽ സഹിച്ചോണ്ടെന്നെയൊക്കെ. ഇനിയും കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇന്ത്യയൊക്കെ അന്ത്യമായിരിക്കും എന്ന് കണക്കാക്കണം. ഇത് പാകിസ്ഥാനുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. നദീജല തർക്കത്തിൽ ഒന്നും യാതൊരു ഒരു നമ്മളെ ആ സിന്ധു നദീജല അതിലൊന്നും യാതൊരു ചർച്ചയില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ നല്ല തീരുമാനമാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്.
ഇതേപോലെ ഈ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ സംഘത്തെ അയക്കുന്നത്, ഈ സംഘങ്ങളെ അയക്കുന്നത് വളരെ നല്ല തീരുമാനമാണ്. അത് വേണം. കാരണം ആരും തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല.